ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പ്രഭാതത്തിൽ ദൈവവചനം ശ്രവിക്കുവാൻ നമ്മളെ ഏവരെയും വിളിച്ചുണർത്തിയ ദൈവത്തിന് ഹൃദയപൂർവകമായ നന്ദിയോടുകൂടി ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പ്രിയ സഹോദരങ്ങളെ, സഹനത്തിൻ്റെ മേഖലകളിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. സഹനം ദൈവം നമ്മൾക്ക് നൽകുന്നത് ദൈവത്തെ കൂടുതൽ തിരിച്ചറിയുവാനും നമ്മുടെ ജീവിതത്തിൽ പരീക്ഷണങ്ങളും പരീക്ഷകളും സംഭവിക്കുമ്പോൾ അവയെല്ലാം സമചിത്തതയോടുകൂടി സ്വീകരിച്ച് ദൈവകരങ്ങൾ സമർപ്പിച്ച് വിശുദ്ധിയോടുകൂടെ ജീവിക്കുവാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. ശരീരത്തിൽ മനുഷ്യരെ പോലെ അവൻ സഹിച്ചത് ആത്മാവിൽ ദൈവത്തെ പോലെ ജീവിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. ശരീരത്തിൽ മനുഷ്യരെ പോലെ അവൻ വിധിക്കപ്പെട്ടത് ആത്മാവിൽ ദൈവത്തെ പോലെ ജീവിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. ഹൃദയത്തിൽ ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങളുടെ ആദരം കൊണ്ടൊന്ന് ഏറ്റുപറഞ്ഞേ ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, സകലത്തിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. തുടർന്ന് പറയുന്നത് ഇപ്രകാരമാണ്: നിങ്ങൾ സമചിത്തതയോടെ പ്രാർത്ഥനയിൽ ജാഗരൂകരായിരിക്കുവിൻ. സർവോപരി നിങ്ങൾ ഗാഢമായ പരസ്പര സ്നേഹത്തിൽ ജീവിക്കുവിൻ. ഗാഢമായ പരസ്പര സ്നേഹബന്ധത്തിൽ നമ്മൾ ജീവിക്കണം, ജാഗരൂകരായിരിക്കണം. പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. ഹല്ലേലൂയ. തുടർന്ന് പറയുന്നത്, സ്നേഹം നിരവധിയായ പാവങ്ങൾ മറയ്ക്കും. ഹൃദയപൂർവമായ ഗാഢമായ സ്നേഹമുണ്ടെങ്കിൽ സ്നേഹം അനേക പാവങ്ങൾ മറയ്ക്കും. തുടർന്ന് പറയുകയാണ്, നിങ്ങൾ പരസ്പരം ആതിഥ്യ മര്യാദകൾ പാലിക്കുവിൻ. അപ്പോൾ ദൈവത്തിനോട് കൂടി ആയിരിക്കുവാൻ വേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ കേട്ടത്. പീഡകൾ സഹിക്കുന്നതെല്ലാം നമ്മുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി മാറും. കാറ്റുവന ഈശോയെ, ഇന്ന് വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെ മേലും നിന്റെ അഭിഷേകം ഒഴുകിയിറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്രതീക്ഷിതമായി ഇന്ന് സംഭവിച്ചതുപോലെ ഭയപ്പെട്ടിരിക്കാതെ എല്ലാം ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കുവാനും ദൈവകരങ്ങളിൽ സമ്പൂർണ്ണമായ സമർപ്പണം ചെയ്ത് ജീവിക്കുവാനും നമുക്ക് ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹനാഥനെ ഈശോയെ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ ജീവിതത്തെ ഞങ്ങൾ വെച്ചു തരുന്നു. ജീവിത പ്രതിസന്ധികളിൽ ക്ലേശങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, യേശു ക്രിസ്തുവിനെ പ്രതി പീഡനമേൽക്കുമ്പോൾ, അവൻ്റെ നാമം ഏറ്റുപറയുമ്പോൾ, അനേകരെ ഒറ്റപ്പെടുത്തുമ്പോൾ, എൻ്റെ ഈശോ, ഇതെല്ലാം നിന്റെ ആത്മാവ് ഞങ്ങളിൽ ഉണ്ട് എന്ന് ഞങ്ങൾക്കൊരു തിരിച്ചറിവ് ലഭിക്കുന്നതാണ്. കർത്താവേ, വേദനിക്കുന്ന മക്കളുടെ മേൽ നിന്റെ ആത്മാവിനെ അയക്കണമേ. അവർക്ക് ഉണർവിൻ്റെ വരം കൊടുത്ത് അനുഗ്രഹിക്കണമേ. ഒരു ശാശ്വതമായ സമാധാനത്തിലേക്ക് കർത്താവ് അവരെ നയിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
ഞങ്ങളുടെ അമ്മയെ ആശ്രയ മാതാവെ, ഞങ്ങൾക്ക് ഏവർക്കും വേണ്ടി പ്രത്യേകമായി മധ്യസ്ഥം വഹിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.